ഹായ് ഡിയർ, ലൈഫ് സ്റ്റോൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കോഴിക്കുള്ള ഫുഡുമായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ കോഴിമക്കൾക്കുള്ള ഫുഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൂട്ടുകാരെല്ലാം നല്ല ആരാമത്തേലാണ്. കൂട് തുറന്ന് ഒരു പാത്രമൊക്കെ കഴുകി ഫുഡൊക്കെ അങ്ങോട്ട് കൊടുക്കാം. നമ്മുടെ ഫുഡ് കൊടുക്കുന്ന പാത്രം ഇടാതെ നമുക്കൊന്ന് നന്നായിട്ട് സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകിക്കൊണ്ട് വരാം. അപ്പോൾ ഡെയിലി ഈ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയിട്ടാണ് കൊടുക്കുന്നത്. ഇന്നത്തെ നമ്മുടെ കോഴിമക്കളുടെ ഫുഡെന്ന് പറയുന്നത് ഒരു 4 ഐറ്റം കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ അതിങ്ങനെ ഓരോ കൈ വീതം എടുത്ത് രാവിലെ പൊടിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇത് എന്തായിട്ടെന്ന് കൂട്ടുകാർക്ക് അറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തോളുക, അല്ലെങ്കിൽ നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ 4 2 6 കോഴിയുണ്ട് ഈ ഒരു സെക്ഷനകത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല ശുദ്ധമായിട്ടുള്ള നമ്മുടെ കിണറ്റിലെ വെള്ളമാണ്. പാട്ടൊക്കെ പാടി വന്നിങ്ങനെ നിൽക്കുകയാണ്. അതാണ് ഇവിടെ ഹായ് എന്ന് പറഞ്ഞേ നമ്മുടെ പുള്ളിക്കോഴിയാണ്. അപ്പോൾ അവർക്ക് തീറ്റ അവിടെയാണ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. നല്ല അനുസരണയുണ്ട്, വലിയ ഒച്ചയും ബഹളമൊന്നുമില്ല. മറ്റ് കോഴിക്കൂട്ട് കിടന്ന കോഴികൾ അലയ്ക്കുന്നത് പോലെ നമ്മുടെ കോഴിക്ക് ഈ ഫുഡ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അനങ്ങാതെ അവിടെ നിന്നോളൂ. ഒരു അക്ഷരം പോലും മിണ്ടത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഫുഡ് എടുത്ത് കൊടുക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് 4 ഐറ്റം പൊടിച്ച ധാന്യങ്ങൾ കൂട്ടിയൊരു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കുടിക്കാൻ ഞാനിവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി പുതിയ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ പുതിയ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ 4 പേര് നിൽപ്പുണ്ട്. ഇവർ തമ്മിൽ യാതൊരു കുഴപ്പമില്ല, അലമ്പോ ബഹളമോ ഒന്നുമില്ല. അപ്പോൾ ഒരു ഗിരിരാജനുണ്ട്, ഒരു കൊക്കയപ്പാണ്ടിയുണ്ട്, ഒരു കാപ്പിരിയുണ്ട്, പിന്നെ ഒരു പുള്ളിക്കോഴിയുണ്ട്. ഇങ്ങനെ 4 എണ്ണമാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പൂവൻ്റെ കൂവൽ കൂട്ടുകാരൊന്ന് കേട്ടോളുക. അവൻ നന്നായിട്ട് കൂവി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ലാസ്റ്റ് ഒരു ഷോർട്സ് ഇട്ടിരുന്നു, ഒരു ഇലയുടെ ചിത്രം കാണിച്ച്. കുറേ ആൾക്കാർ നമ്മുടെ ആ ഷോർട്സ് കാണുകയും ഒക്കെ ചെയ്തു. ആരും തന്നെ അഭിപ്രായം പറഞ്ഞില്ല. ഇല എന്താണെന്ന് ആർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ചാനലിലേക്ക് രാവിലെ തന്നെ വന്ന് പാലക്കാടുള്ള ബുള്ളറ്റ് മച്ചാൻ എന്ന് പറയുന്ന ആ ചേട്ടൻ. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ ബുള്ളറ്റ് മച്ചാൻ ചേട്ടൻ നമ്മുടെ ചാനലിനകത്തുണ്ടായിരുന്നു. വീഡിയോകളൊക്കെ കാണുകയും നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്യും. നല്ല സ്നേഹമുള്ള ഒരു ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ്റെ ചാനൽ അതിനകത്ത് റിയാക്ഷൻ വീഡിയോകളാണ്. അല്ലാതെ ചേട്ടൻ ചെയ്യുന്ന വർക്കുകൾ കാര്യങ്ങളൊക്കെ ഇത് ചേട്ടൻ്റെ വീഡിയോകളിലൊക്കെ കാണിക്കാറുണ്ട്. ഞാൻ കയറി കാണാറുണ്ട്, ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല റീച്ചോട് കൂടി ചേട്ടൻ്റെ ചാനൽ പോകുന്നു. കുറേ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നൊരു 4 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ബുള്ളറ്റ് മച്ചാൻ എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ ചാനലുമായിട്ട് മുമ്പോട്ട് വന്നു. അപ്പോൾ ചേട്ടൻ്റെ ചാനലിന് ഒരുപാട് ആശംസകൾ നേരുന്നു. ഇനിയും ഇത്തരം ചോദ്യങ്ങൾ ഈ ദിവസവും ഉണ്ടാവും. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മുടെ ഷോർട്സുകൾ കണ്ടിട്ട് ആ ഉത്തരങ്ങൾ അയച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങളുടെ ചാനലിനെക്കുറിച്ചും നിങ്ങൾ ചെയ്യുന്ന വർക്കിനെക്കുറിച്ചുമൊക്കെ നമ്മൾ വിവരിക്കുന്നതായിരിക്കും. അപ്പോൾ ബുള്ളറ്റ് മച്ചാൻ എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ ചാനൽ പ്രിയപ്പെട്ട കൂട്ടുകാരൊന്ന് കാണുക. നമ്മുടെ ചാനലിൽ ചേട്ടൻ കമൻറ്റുകൾ ഇടാറുണ്ട്, നല്ല ഷെയറുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ചേട്ടൻ തന്ന കമൻറ്റിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നലെ കാണിച്ച ആ ഒരു ലാസ്റ്റ് ഇല എന്ന് പറയുന്നത് നമ്മുടെ കോവൽ ഇലയായിരുന്നു.
കോവലിൻ്റെ ഇലയായിരുന്നു. ഇത് നമ്മുടെ പയറിൽ ചെറിയ പൂക്കൾ ഇട്ടിട്ടുണ്ട്. ഇത് മരച്ചു നിന്നിരുന്ന ഒരു പയറായിരുന്നു. അത് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് നന്നായിട്ട് അതിലേക്ക് പൂവൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ ചേട്ടൻ്റെ ചാനലിന് ഒരുപാട് ആശംസകൾ നേരുന്നു. നമ്മുടെ ഈ കോഴിക്ക് ഇന്ന് കൊടുത്ത രാവിലത്തെ ഫുഡിനെ കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ കൂട്ടുകാർ പറയാൻ മറക്കണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ന് കൊടുത്തിരുന്നത് എന്ന് പറയുന്നത് നുറുക്ക് ഗോതമ്പ് 1 പിടി, ഗോതമ്പ് പൊടിച്ചത് 3 പിടി, ഗ്രോവർ 3 പിടി, പച്ചരി 2 പിടി. ഇത്രയും നന്നായിട്ട് പൊടിച്ചെടുത്താണ്. അപ്പോൾ ഇതിനകത്ത് ഗ്രോവർ പൊടിച്ചിട്ടില്ല, ബാക്കിയെല്ലാം പൊടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൊടിച്ചെടുത്തതാണ് ടോട്ടലി ഒരു 10 കൈയോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 10 കോഴികൾക്ക് അത് 2 നേരം കഴിക്കാൻ ധാരാളമുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ വേറൊരു തരം സ്പെഷ്യൽ ഫുഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നാളെ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇന്ന് വൈകുന്നേരവും ഒരു ചോദ്യം ഉണ്ടാകും. ആ ചോദ്യം പ്രിയപ്പെട്ട കൂട്ടുകാർ കണ്ടിട്ട് അതിൻ്റെ ഉത്തരം നാളെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഷോർട്സിലും വീഡിയോകളിലൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ചാനലിനെക്കുറിച്ചും നിങ്ങൾ ചെയ്യുന്ന പ്രയത്നത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചീരയൊക്കെ വളർന്ന് നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 8 തവണയോളം നമ്മൾ ഇതിൽ നിന്ന് കറി വെക്കാൻ വേണ്ടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെറിയ കൃഷിത്തോട്ടത്തിൻ്റെ ഈ ഒരു എൻട്രൻസ് ഇങ്ങനെയാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു തൊഴിലായിരുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ ഒരു കൊച്ചു കൃഷിയിടത്തിൻ്റെ എൻട്രൻസും അതിമനോഹരമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല പൂക്കളോട് കൂടിയാണ്, കടലാസ് പൂക്കളുണ്ട്. വർണ്ണാഭമായ ആ ഒരു എൻട്രൻസാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ ചാനലിലേക്ക് അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പോകുന്നു. സ്നേഹത്തോടെ. താങ്ക് യു.